ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് US മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചിരിക്കുകയാണ് ഹമാസ്. ഗസ യുദ്ധം അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ഉടമ്പടിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കി 16 ദിവസത്തിനു ശേഷം ബന്ദികളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈയൊരു നിർദ്ദേശം. വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പിടുന്നതിന് മുൻപ് ഇസ്രായേൽ ശാശ്വതമായി വെടിനിർത്തണമെന്ന മുൻ ആവശ്യം ഹമാസ് ഉപേക്ഷിക്കുകയും ചെയ്തു. 6 ആഴ്ച നീളുന്ന ആദ്യ വെടിനിർത്തൽ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് അവർ സന്നദ്ധത അറിയിച്ചതായും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. കരാറിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിനുള്ള പരോക്ഷ ചർച്ചകൾ തുടരുവോളം ഗസയിൽ വെടിനിർത്തൽ, സഹായ വിതരണം, ഇസ്രായേലി സൈന്യത്തിന്റെ പിൻവാങ്ങൽ എന്നിവ പുതിയ നിർദ്ദേശത്തിൽ ഉറപ്പു നൽകുന്നുണ്ടെന്ന് ഹമാസ് കേന്ദ്രങ്ങൾ പറഞ്ഞു. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ USഉം ചേർത്ത് നടത്തിയ ചർച്ചകളിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. ചർച്ചകൾ അടുത്തയാഴ്ചയും തുടരും. നവംബറിലെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇസ്രായേലും ഹമാസും തമ്മിൽ ഉടമ്പടിയുണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ബൈഡൻ സർക്കാർ. യുദ്ധത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 38,098 എന്തായാലും ഗസ യുദ്ധം അവസാനിപ്പിക്കാനായി ഖത്തർ, ഈജിപ്ത്, US എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന കഴിഞ്ഞ 2 ചർച്ചകളിലും ഹമാസ് വച്ച സ്ഥിരം വെടിനിർത്തൽ ആദ്യം എന്ന വ്യവസ്ഥയായിരുന്നു ഇസ്രായേൽ ഉന്നയിച്ച പ്രധാന തടസ്സം. ഇതാണിപ്പോൾ നീങ്ങുന്നത്. ദോഹയിലെ പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം മൊസാദ് തലവൻ ഇസ്രായേലിലേക്ക് മടങ്ങി. അടുത്തയാഴ്ച ചർച്ച തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി. നവംബറിലെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപേ സമാധാന കരാറിൽ എത്തിയേക്കാം. 42 ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും. സഹായ വിതരണത്തിന് അവസരമൊരുക്കും. ഈ കാലയളവിൽ ഹമാസ് ഇസ്രായേൽ ചർച്ചകളിലൂടെ 2ാം ഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ ധാരണയുണ്ടാക്കും. പകരം ഇസ്രായേൽ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. ഇതിനിടെ സ്ഥിരം വെടിനിർത്തൽ ചർച്ചയും ആരംഭിക്കും. ഇതാണ് നിലവിൽ US മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമാധാന ചർച്ച നടക്കുക. 42 ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും. ഇതിനിടെ സ്ഥിരം വെടിനിർത്തൽ ചർച്ചയും ആരംഭിക്കും. ഇതാണ് നിലവിൽ US മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമാധാന ചർച്ച നടക്കുക. ലോകരാജ്യങ്ങൾ മുഴുവൻ ആവശ്യപ്പെട്ടതാണ് ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് ഒരു സാധ്യത തെളിയിക്കുക എന്ന്. അതുകൊണ്ട് തന്നെ USഉം ഇത്തരത്തിൽ വലിയ രീതിയിൽ അവരുമായി ചർച്ച നടത്തി വരികയായിരുന്നു. എന്നാലും പല ഘട്ടത്തിലും ഈ ചർച്ചകൾ പാളിപ്പോയ അവസരങ്ങളുണ്ടായി. എന്നാൽ ഇപ്പോൾ ഈ ഒരു വെടിനിർത്തലിന് സാധ്യത കൈവന്നിരിക്കുകയാണ്. ഉടൻ തന്നെ ഇരുവിഭാഗവും തമ്മിലുള്ള വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും.